ഹായ്, എൻ്റെ പേര് അരുൺകുമാർ. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാൻ എയർഫോഴ്സിൽ നിന്ന് 2022 ജൂണിൽ 20 വർഷം സർവീസ് കഴിഞ്ഞ് റിട്ടയറായി. 2022 ജൂലൈയിൽ ഞാൻ ICD കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. ആ വർഷം എനിക്ക് IBPS ക്ലർക്കിൻ്റെ പ്രിലിംസ് കിട്ടിയിരുന്നു. പക്ഷേ മെയിൻസിൽ എനിക്ക് സെക്ഷൻ കട്ട് ഓഫ് റീസണിങ്ങിൻ്റെ ക്ലിയർ ആയി. ബാക്കിയുള്ള എക്സാമുകൾ പ്രിലിംസ് ആ വർഷത്തെ എനിക്ക് ബാങ്ക് എക്സാമിൻ്റെ പ്രിലിംസ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് പോയിൻറ്റ് റീസണിങ്ങിലാണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടുത്തെ കോച്ചിങ്ങിൽ മെയിനായിട്ട് റീസണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതോടൊപ്പം തന്നെ കോണ്ടും ഇംഗ്ലീഷും അതിൻ്റെയും സ്കോർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു. അത് കഴിഞ്ഞ് 2023 സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റാഫ് സെലക്ഷൻ്റെ CGL, CHSL, SSC, MTS തുടങ്ങിയ എക്സാമുകളെല്ലാം എഴുതിയിരുന്നു. അതിൻ്റെ എല്ലാം എക്സാം ടയർ 1, ടയർ 2 ഒക്കെ ക്ലിയർ ചെയ്തിരുന്നു. CGL എനിക്ക് ടാക്സ് അസിസ്റ്റൻറ്റ് കട്ട് ഓഫ് ക്ലിയർ ആയിരുന്നു. അതിനുശേഷം ബാങ്ക് എക്സാം മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ബാങ്കിൻ്റെ എക്സാമുകൾക്ക് വേണ്ടി കണ്ടിന്യൂസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. മെയിനായിട്ട് റീസണിങ്ങിലാണ് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. ഇനിഷ്യലി എനിക്ക് റീസണിങ്ങിൽ സ്കോറിങ് കുറവായിരുന്നു, പക്ഷേ ഗ്രാജുവലി റീസണിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അതുപോലെ തന്നെ മാത്സിൽ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, അതുപോലെ തന്നെ DA ഇതിലെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷിനും മാർക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൺസിസ്റ്റൻസി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു. അതേ സമയത്ത് തന്നെ എനിക്ക് SSC, MTS അലോട്ടായിരുന്നു. 2021 സർവേ ഓഫ് ഇന്ത്യയും 2022 ഇൻകം ടാക്സും എനിക്ക് കിട്ടിയിരുന്നു. 2023 മെയിനായിട്ട് IBPS ക്ലർക്ക്, RRB ക്ലർക്ക്, RBI ക്ലർക്ക് ഇതെല്ലാം പ്രിലിംസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ IBPS RRB ക്ലർക്കിൻ്റെ മെയിൻസ് ക്ലിയർ ആയിട്ടുണ്ട്, ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ IBPS ക്ലർക്കിൻ്റെ പ്രിലിംസ് പാസ്സായി മെയിൻസ് കൊടുത്തിരുന്നു. RBIയുടെ പ്രിലിംസ് പാസ്സായിരുന്നു, RBIയുടെ മെയിൻസും കൊടുത്തു. അതേ സമയത്ത് തന്നെ എനിക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലെ അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻമെൻറ്റും കിട്ടി. ഞാൻ മെയിനായിട്ട് മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ ക്ലാസ് ടെസ്റ്റിലും അല്ലെങ്കിൽ ഈവനിങ് ഹോംവർക്കായിട്ട് തരുന്ന മോക്ക് ടെസ്റ്റും അല്ലാതെ ആപ്പുകളിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഫുൾ മോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡെയിലി സെക്ഷൻ മോക്കുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. റീസണിങ്ങിൻ്റെയോ കോണ്ടിൻ്റെയോ ആയാലും സെക്ഷൻ മോക്സുകൾ 20 മിനിറ്റ്സോ അല്ലെങ്കിൽ മെയിൻസിൻ്റെ 30-35 മിനിറ്റ്സുള്ള മോക്കുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നത്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ നമ്മുടെ സ്ട്രോങ് പോയിൻറ്റും വീക്ക് പോയിൻറ്റും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് മെയിൻ. എന്നിട്ട് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനും വീക്ക് പോയിൻറ്റിൽ എങ്ങനെ സ്കോറിങ് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. എക്സാമിനും ഞാൻ എൻ്റെ ആദ്യം എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ സ്ട്രോങ് പോയിൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ടൈം മാനേജ് ചെയ്തിട്ട് എനിക്ക് ഇച്ചിരി ഡൗട്ടോ അല്ലെങ്കിൽ ഇച്ചിരിയുടെ ടഫായിട്ടുള്ള ഭാഗങ്ങളാണ് അറ്റൻഡ് ചെയ്തത്. ഇംഗ്ലീഷിന് മെയിനായിട്ട് ഇവിടുന്ന് JK സാർ പറയുന്ന പോലെ ന്യൂസ് പേപ്പറുകൾ മാക്സിമം റീഡ് ചെയ്യുക. മാക്സിമം ന്യൂസ് പേപ്പർ വായനയിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ആവാം. പിന്നെ മെയിൻസിന് നമുക്ക് മെയിനായിട്ടുള്ള സ്കോറിംഗ് സബ്ജക്റ്റ് GA ആയിരുന്നു. അത് ഞാൻ ഡെയിലി GA എഴുതുമായിരുന്നു. ഡെയിലി മാക്സിമം 30-40 GA ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 മാസം നോട്ട് ചെയ്തു. അതെനിക്ക് എക്സാം ടൈമിൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അതുകൂടാതെ തന്നെ നമ്മുടെ ICD ആപ്പിലുള്ള GK ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് എനിക്ക് GAക്ക് സ്കോറിങ്ങിന് സഹായിച്ചത്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻമാർക്ക് പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ് ബാങ്ക് ടെസ്റ്റ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് നാൾ 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ കണ്ടിന്യൂസ് കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ജോലികൾ നേടിയെടുക്കാൻ കഴിയും. പുതുതായിട്ട് ബാങ്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്ന ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രിലിംസോ അല്ലെങ്കിൽ മെയിൻസോ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ എന്നാലും നിങ്ങളൊരിക്കലും ആ കാര്യത്തിൽ ഡൗണായി കോച്ചിങ് നിർത്തുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇച്ചിരി ടൈം എടുക്കുമായിരിക്കും, ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ പ്രാക്ടീസിനനുസരിച്ച്. പക്ഷേ കിട്ടും. അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതും എൻ്റെ സീനിയേഴ്സിൽ നിന്നും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അന്നേരം പുതുതായിട്ട് വരുന്ന എല്ലാ ആസ്പിറൻസിനും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.